പ്രിയമുള്ളവരെ, ഇറാൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ മേഖലയെ സംബന്ധിച്ച് വരുന്നത് വെനസ്വേലൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ വിചാരണ ചെയ്യിപ്പിച്ച അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന കമാൻഡോ സംഘം ടെഹ്റാന് സമീപം ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ്. അതായത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് സമീപം എത്തിയിട്ടുണ്ട് എന്ന് ചില അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ നാവികസേന കപ്പലുകൾ ഇറാന് സമീപത്തേക്ക് നീങ്ങുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. അതായത് വളരെ വ്യക്തമായി തന്നെ വെനസ്വേലയ്ക്ക് ശേഷം ഇറാൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അമേരിക്കയാൽ എന്ന വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ മറ്റൊരു വിശകലനം വരുന്നത് ഒരിക്കലും വെനസ്വേല പോലെ ആകില്ല ഇറാൻ എന്നതാണ്. നേരത്തെ ഈ ഡെൽറ്റ ഫോഴ്സ് അവർ അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടതാണ്. താലിബാന്റെ പ്രമുഖനായ ഒരു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ അമേരിക്കയിൽ എത്തിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായുള്ള വാർത്തയും വിശദീകരണങ്ങളും ഒക്കെ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. എന്തായാലും ഇറാൻ ഒരിക്കലും ഒരു വെനസ്വേലയാകില്ല എന്ന വലിയ നിഗമനങ്ങൾ തന്നെ മാധ്യമങ്ങൾ നിറയുന്നതോടൊപ്പം തന്നെ ഇറാന്റെ ഔദ്യോഗിക വക്താക്കളുടെയും അവരുടെ സൈനിക മേധാവികളുടെയും ഒക്കെ പ്രസ്താവന വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലുമായി തങ്ങളൊരു അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് ആയത്തുള്ള അലി ഖൊമനയുടെ സൈനിക ഉപദേഷ്ടാവിന്റെ പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലൊരു സൈനിക ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലല്ല 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഇത്ര നാളത്തേക്ക് സമാധാനം പുലർത്തിക്കൊള്ളാമെന്ന് തങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, വാക്കാൽ എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ഇസ്രായേൽ നുഴഞ്ഞു കയറുന്ന പക്ഷം മിക്കപ്പോഴും അവിടെ ഇസ്രായേലിന്റെ ഒരു ചാര സാന്നിധ്യം ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ ഇറാൻ നേരത്തെയും ആരോപിച്ചിരുന്നതാണ്. ഇറാനിലെ ആളുകളല്ല ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനിടയിലേക്ക് നുഴഞ്ഞു കയറിയ മൊസാദിന്റെ ചാരന്മാരാണെന്നൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരോപണം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സൈനിക ഉപദേഷ്ടാവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിർവചനം ഉണ്ടാകുകയാണ്. ഇറാൻ ആർക്കും സമാധാനം ഇത്രത്തോളം കാലം പുലർത്തിയേക്കാമെന്ന് എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങുവാൻ ഇറാൻ സന്നദ്ധമാണ് എന്ന് ഇറാന്റെ നേതൃത്വം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭമാണിത്. പ്രത്യേകിച്ചും അലി രാലിജാനിയുടെ പ്രസ്താവനയും ഇത് വ്യക്തമാകുന്നുണ്ട്. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുമല്ല ഇസ്രായേലുമായിട്ട് സമാധാനം ഉണ്ടാക്കിയത്, എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലും ഇസ്രായേലാണെന്ന് അലി രാലിജാനിയും ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷിയുടെ പ്രസ്താവനയും ഇതോടനുബന്ധിച്ചുണ്ടാകുന്നുണ്ട്. ഇറാൻ സജ്ജമായി തന്നെ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൈകടത്തുന്ന ഇസ്രായേലിനെതിരെ പ്രതികരിക്കുവാൻ സജ്ജമായിരിക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങിയാണ്. മറ്റൊരു വാർത്തയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.